മെറ്റാമാസ്കിൽ സെഫോളിയ ETH കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നെറ്റ്വർക്ക് നമുക്ക് ആഡ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. കിവി ബ്രൗസറിലാണ് ഇത് ഓൺ ചെയ്യണതെങ്കിൽ ഇവിടെ ഈ നെറ്റ്വർക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള സെക്ഷൻ അവിടെ കാണില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വലത് സൈഡിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ എക്സ്പാൻഡ് വ്യൂവിലേക്ക് മാറ്റാറുണ്ട്. നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യും. ഇവിടെ ആദ്യം കാണിക്കുന്ന എല്ലാം മെയിൻ നെറ്റാണ്. ഏറ്റവും താഴെ വരുമ്പോഴാണ് ടെസ്റ്റ് നെറ്റ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാനിവിടെ 2 ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഷോ ടെസ്റ്റ് നെറ്റ് എന്നുള്ളത് ഓണാക്കി ഇടണം. ഇത് ഓണാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ ഈ 3 ഡോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. താഴെ വന്നിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അവിടെ സെക്യൂരിറ്റി പ്രൈവസി എടുക്കുക. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഒരുവിധപ്പെട്ട എല്ലാ നെറ്റ്വർക്കുകളും അവിടെ കാണും. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്കത് ഓണാക്കിയിടാം. തിരിച്ച് നേരെ ഈ നെറ്റ്വർക്കിൽ വന്നു കഴിയുമ്പോൾ ബാക്കി അതെല്ലാം അവിടെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ആവശ്യം സെഫോളിയയാണ്. സെഫോളിയ ഓണാക്കിയിട്ടതിന് ശേഷം ഇവിടെ നമുക്കിപ്പം ടോക്കൺസ് ഇല്ല. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് വാലറ്റ് അഡ്രസ് കോപ്പി എടുത്തതിന് ശേഷം sepholiafaucet.com എന്ന സൈറ്റിൽ വരണം. നമ്മൾ സൈനപ്പ് ചെയ്ത് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർ അവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം മെറ്റാമാസ്കിൽ നിന്ന് കോപ്പി എടുത്ത ആ വാലറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഐ ആം നോട്ട് എ റോബോട്ട് കൊടുത്തിട്ട് സെൻഡ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് വാലറ്റ് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് കൊടുക്കുക. എന്നിട്ട് സെൻഡ് ചെയ്യുക. 24 മണിക്കൂറിലൊരിക്കൽ 0.5 സെഫോളിയ വെച്ച് എല്ലാ ദിവസവും ഇതിൽ നിന്ന് മൈനച്ചെടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഈ സെഫോളിയ നമ്മുടെ മുകളിൽ നോക്കി കാണാൻ പറ്റും. ഇവിടെ സെഫോളിയ ഉണ്ട്, എത്തേറിയം ഗോർലി ഉണ്ട്, പിന്നെ പോളിഗൺ ഉണ്ട്, ഇതിനകത്ത് തന്നെ BNB ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് 1-2 മിനിറ്റിനകത്ത് വെച്ച് ആ ടോക്കൺസ് കൂടെ ആടാവുന്നതാണ്. ഇനി മെറ്റാമാസ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാത്ത ഏതെങ്കിലും ടെസ്റ്റ് നെറ്റോ മെയിൻ നെറ്റോ അങ്ങനെ ഏതെങ്കിലും കോയിൻസിൻ്റെ ഏതെങ്കിലും ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് വേണം. ആ നെറ്റ്വർക്ക് നമ്മൾ ഇതിനകത്ത് ഇല്ല, അതായത് മെറ്റാമാസ്കിനകത്ത് ഇല്ല എങ്കിൽ നമുക്ക് മറ്റൊരു സൈറ്റിലേക്ക് വരാം. ആ സൈറ്റിൻ്റെ പേരാണ് chainlist.org എന്ന സൈറ്റ്. അവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ മെറ്റാമാസ്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എല്ലാ നെറ്റ്വർക്കും ഇവിടെ അവൈലബിൾ ആണ്. അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒത്തിരി നെറ്റ്വർക്ക് അവിടെ അവൈലബിൾ ആണ്. ഏകദേശം എന്നുള്ള എല്ലാ നെറ്റ്വർക്കുകളും അവിടെ ഉണ്ട്.